ജീവനെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ടർ ടി.വിയുടെ പരമ്പര തുടരുകയാണ്. നേരത്തെ 2 വർഷത്തോളം MDMA ഉപയോഗിച്ച് അതിനടിമയായി പിന്നീട് അതിൽ നിന്ന് മോചിതനായ നിസാമിൻ്റെ ജീവിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. സമാനമായ രീതിയിൽ 4 വർഷത്തോളം കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഒരു മണ്ണാർക്കാട് സ്വദേശിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു ദുർബല നിമിഷത്തിൽ ലഹരിക്ക് അടിമയാവുകയും പിന്നീട് അതിനുശേഷം ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് 8 വർഷത്തോളമായി ലഹരിയിൽ നിന്നും മോചിതനായി സുഖസുന്ദരമായൊരു ജീവിതം നയിക്കുന്ന യുവാവാണ്. എന്നാൽ ആ കാലത്തുണ്ടായ അനുഭവങ്ങൾ, ലഹരിക്ക് എത്തിപ്പെട്ടതടക്കമുള്ള അതിൻ്റെ വഴികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ്. എത്രാം വയസ്സ് മുതലാണ് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത്? 16-17 വയസ്സ് മുതലാണ് ഞാൻ ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങിയത്. അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 23-24 വയസ്സിലാണ് കഞ്ചാവിലോട്ട് കയറിയത്. പിന്നെ ഫുള്ള് ജീവിതം കഞ്ചാവായിരുന്നു ഒരു 2017 വരെ. 2017 വീട്ടുകാർക്ക് തോന്നി ഇങ്ങനെ കള്ളും കഞ്ചാവ് കുടിച്ചിട്ട് നടക്കുന്നത് അത്ര നല്ല, ഇതിൻ്റെ മോശം ഇതാണ്, കച്ചറ അടമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്, അടിപിടി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഞ്ചാവ് കിട്ടാതെ കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണമെന്ന് വീട്ടുകാർക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ വീട്ടുകാരാണ് ഡി അഡിഷൻ സെൻറ്ററിലോട്ട് കൊണ്ടുപോയത്. അവിടെ പോയിട്ടാണ് ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചത്. അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. 1-2 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പറഞ്ഞു, ഏതായാലും നീ ഡ്രിങ്ക്സൊക്കെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിക്കൽ നിർത്തിയല്ലോ, അപ്പം നീ ഇവിടെ തന്നെ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ ജോലിക്ക് കയറി. എങ്ങനെയാണ് ഈ കഞ്ചാവിലേക്ക് എത്തുന്നത്? കഞ്ചാവിലേക്ക് എത്തുന്നത് ഞാൻ ഡ്രിങ്ക്സ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബീറ് കള്ളു കുടിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു കൂട്ടുകാരൻ വഴിയാണ് എനിക്ക് കഞ്ചാവ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വലിച്ചപ്പോഴൊന്നും എനിക്കതിനൊരു അട്രാക്ഷൻ തോന്നിയില്ല, വലിക്കണം നന്നാണെന്ന് തോന്നിയില്ല. പക്ഷെ പിന്നെ ഇടയ്ക്കത് കിട്ടാൻ തോന്നിയപ്പോൾ, ഇവനെ കാണാൻ തുടങ്ങിയപ്പോൾ, ഇടയ്ക്കത് കിട്ടാൻ തോന്നിയപ്പോൾ പിന്നെ എനിക്ക് കഞ്ചാവിലോട്ടുള്ള പാലം കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡ്രിങ്ക്സിലോട്ടുള്ള കമ്പം ഒഴിവായിട്ട് കഞ്ചാവിലോട്ട് മുഴുവനായി കയറാൻ തുടങ്ങി. പിന്നെ ആദ്യം 1-2 ബീഡിക്കെതിരെ വലിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതിന് ശേഷം 3 ബീഡി, 4 ബീഡിയായി, 5 ബീഡിയായി, 6 ബീഡിയായി അങ്ങനെ കൂടാൻ തുടങ്ങി. 6 കഞ്ചാവ് ബീഡിയൊക്കെ ഒരു ദിവസം 6 ബീഡിയോളം വലിച്ചിരുന്നു. ഇല്ലാത്തൊരു അവസ്ഥ പറ്റാത്ത രീതിയിലായി പോയ ഇല്ല. പിന്നീട് കുറച്ച് ഒരു ദിവസം 2 ദിവസം കിട്ടാതായപ്പോഴാണ് അതിൻ്റെ സങ്കടം മനസ്സിലായത്. കാരണം സങ്കടം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് കള്ളുകൂടിയായിരുന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കള്ളില്ലെങ്കിൽ പോട്ടെ, എപ്പോഴെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കാമെന്നായിരുന്നു. പക്ഷേ കഞ്ചാവിൻ്റെ കാര്യം വന്നപ്പോൾ നേരെ തിരിച്ചായിപ്പോയി. കാരണം 2-3 ദിവസം ഇല്ലാതായപ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു വാശിയായി. വീട്ടുകാരെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ദിവസം കിട്ടാതാവും തോറും ടെൻഷൻ വരാൻ തുടങ്ങി. ടെൻഷൻ വരിക പറഞ്ഞാൽ കഞ്ചാവ് എങ്ങനെ കിട്ടണം, എവിടെയെങ്കിലും പോയി കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണയാണെന്നുണ്ടെങ്കിലും, ഇനി അതെല്ലാം മണ്ണാർക്കാടാണെന്നുണ്ടെങ്കിലും, പാലക്കാടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടാതെ ഒരുപാട് അലഞ്ഞിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ ഒരു വീഡിയോ കിട്ടുമ്പോൾ ആ സങ്കടം മാറുന്നത്. അത് ഇല്ലാതാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആരെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് ദിവസം കിട്ടാതായിട്ടില്ല, ഒരു 4-5 ദിവസം കിട്ടാതായപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, വാതിലടച്ചിരിപ്പായി കഞ്ചാവിൻ്റെ പ്രശ്നം കാരണം. പോയിട്ടാണ് ഈ കഞ്ചാവ് വാങ്ങിയിരുന്നത്? എവിടെ നിന്നൊക്കെയാണ്? ഞാൻ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഭാഗത്ത് പോയിട്ടാണ് വാങ്ങിയിരുന്നത്. ഇവിടെ പട്ടാമ്പിയിലും അങ്ങനെയൊക്കെ പോകാറുണ്ട് സാധനം മേടിക്കുക. കൂട്ടുകാരെ മുഖേന പല വഴിയിലും പോയിട്ട് മേടിക്കാറുണ്ട് സാധനം. സുഹൃത്തുക്കൾ വഴിയാണ് ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയത്? അതെ, സുഹൃത്തുക്കൾ മുഖേനയാണ് കഞ്ചാവിലോട്ട് എത്തിയത്. കഞ്ചാവിലോട്ട് കയറിയതിന് ശേഷമാണ് ജീവിതാകെ തകർന്നത്. കാരണം ഒരു ദിവസം കിട്ടാതാവുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കേറെ പ്രയാസമായിരുന്നു. അപ്പോൾ അത് എവിടെ കിട്ടും എന്ന് എഴുതിയിട്ട് പോയി നടന്നിട്ടുണ്ട്. ഒറ്റക്കടക്കം പോയിട്ടുണ്ട്. ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്കില്ലെങ്കിൽ ബസ്സിനടക്കം പോയിട്ട് കിട്ടാൻ നോക്കിയിട്ടുണ്ട്. ജോലിക്ക്